ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകിയതോർത്ത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം സെഖര്യാവ് 4:7 പറയുകയാണ്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനല്ലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായിത്തീരും. ഇവിടെ നമ്മുടെ മുമ്പിലൊരു മഹാപർവ്വതം നിൽക്കുവാണ്. വലിയൊരു പ്രതിസന്ധി. നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം കൊണ്ട് ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒരു വലിയ മഹാപർവ്വതം എന്ന ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുക. ഇവിടെ വചനം പറയുക, സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ? നമുക്കും ഇങ്ങനെ ചോദിക്കാൻ കഴിയും, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആര്? എനിക്ക് എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം കൊണ്ട് എനിക്ക് ഈ മഹാപർവ്വതത്തെ സമഭൂമിയാക്കുവാൻ അല്ലെങ്കിൽ അതിനെ തകർക്കുവാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഈ പർവ്വതത്തെ നോക്കി പറയാൻ കഴിയും, നീ ആർ? നീ എന്താണ്? സമഭൂമിയായിത്തീരും. അത് സൈന്യം കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ ആത്മശക്തി കൊണ്ട്, ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ ദൈവം നമ്മളോട് അരുളി ചെയ്യുക. നമ്മുടെ മുന്നിലും പ്രതികൂല പ്രതിസന്ധികളുടെ വലിയ പർവ്വതം നിൽക്കുമ്പം നമ്മൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് പലപ്പോഴും നമ്മുടെ കഴിവിലൊന്ന് ആശ്രയിച്ച് ഇത് പൊട്ടിച്ചു നോക്കാൻ ശ്രമിക്കും. നടക്കില്ല. ആരെങ്കിലും സഹായിച്ച് ഇതിനെ ഒന്ന് തകർക്കാമെന്ന് ശ്രമിക്കും. അത് നടക്കില്ല. ദൈവം പറയുന്നു, ഇതൊന്നും കൊണ്ട് ഈ പർവ്വതത്തെ തകർക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ നമുക്ക് തകർത്തെറിയുവാൻ കഴിയുകയുള്ളെന്ന് വചനം പറയുകയാണ്. കൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും. അപ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ തകർക്കുവാൻ കഴിയാത്ത ഏതു വലിയ പർവ്വതങ്ങളെയും ഇടിച്ച് നമുക്കിടാൻ കഴിയില്ല. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കുറേ ശ്രമിക്കും നമ്മൾ പലപ്പോഴും. ഇല്ലെങ്കിൽ നമ്മളെന്താ, മറ്റുള്ളവരുടെ സഹായം പലപ്പോഴും തേടും. പല കാര്യങ്ങൾക്കും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങളെയൊക്കെ ഒന്ന് തകർത്തിടാൻ വേണ്ടി പലരുടെയും സഹായം നമ്മൾ തേടും. നമ്മുടെ സ്വന്തം ശക്തി നമ്മൾ ശ്രമിക്കും. അവസാനം എല്ലാം പരാജയപ്പെടുമ്പോൾ ദൈവസന്നിധി വന്നിരുന്ന് മുട്ടുമടക്കും. ദൈവമേ, ഈ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ തകർക്കുവാൻ എനിക്കറിയില്ല കർത്താവേ. അങ്ങയുടെ ആത്മശക്തി വ്യാപരിച്ചെങ്കിൽ മാത്രമേ, കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ചെങ്കിൽ മാത്രമേ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ തകർക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ സെരുബാബേലിനോട് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ നോക്കി നമ്മൾ പ്രവചിക്കണം. എൻ്റെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നമ്മുടെ തന്നെ പേര് പറഞ്ഞിട്ട് നമ്മൾ പറയണം, എൻ്റെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതം. എന്ത് പ്രശ്നമാകട്ടെ, ആ മഹാപർവ്വതത്തെ നോക്കി നമുക്ക് പറയാം, എൻ്റെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ? നീ എന്തായിത്തീരും? സമഭൂമിയായിത്തീരും. വലിയ പർവ്വതമാണ്, പക്ഷെ എന്താണ്, അത് പൊടിഞ്ഞു വീണ് സമഭൂമിയായി തീർന്ന് ഞാൻ ആ പ്രതിസന്ധി മറികടന്ന് അപ്പുറത്തെത്തും. പക്ഷെ അതെന്താ, എൻ്റെ കഴിവുകൊണ്ട് നടക്കില്ല. ദൈവത്താൽ മാത്രമാണ് എനിക്ക് പ്രതിസന്ധി മറികടന്ന് അപ്പുറത്തെത്താൻ കഴിയുകയുള്ളൂ. ദൈവസന്നിധിയിൽ ഈ വചനം നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ നോക്കിക്കൊണ്ട് നമുക്ക് കൽപ്പിക്കാം, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധി നീ സമഭൂമിയായി തീരും. ഞാൻ ഇതിനെ മറികടന്ന് അപ്പുറത്തെത്തും. ഞാൻ ഇതിന്മേലൊരു വിജയം നേടും എന്ന് അത് എൻ്റെ കഴിവുകൊണ്ടല്ല, മറ്റൊരുടെ സഹായം കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ കൃപയാൽ. കൃപ എന്ന കർത്താവിൻ്റെ കൃപ എന്നിൽ വ്യാപരിച്ചിട്ട്, ദൈവത്തിൻ്റെ ആത്മശക്തി എന്നിൽ വ്യാപരിച്ചിട്ട് എനിക്കത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പിച്ച് നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ നോക്കി കൽപ്പിക്കാം. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.